സ്വസ്ഥമായിരുന്നു സംസാരിക്കാനും. എന്താ വൈബ്. നാടിനുള്ളിൽ ചെറിയൊരു കാട്, മുളങ്കാട്. നല്ലൊരു അഡ്വഞ്ചർ ഫീലാണ്. വരുന്നവർ 2-3 ആളുകളൊക്കെ കൂടെ വേണം. ഒറ്റയ്ക്ക് വരാൻ നിൽക്കരുത്. ലേശം ഡേഞ്ചർ പ്ലേസ് ആണ്. വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ടൂറിസ്റ്റിന് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്, കർണാടക, നമ്മുടെ നാട്ടിൽ കാണാത്ത അനവധി നിരവധി മരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അവിടെ കുറച്ച് മല കയറി എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തുഷാരഗിരിയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഓരോ പടവുകളും സൂക്ഷിച്ചും കണ്ടും കയറിയില്ലെങ്കിൽ മറിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. വന്യമൃഗങ്ങളല്ലാതല്ല, പക്ഷികൾ, വിവിധതരം പക്ഷികളുണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അവസാനം നമ്മളിതിന് ടോപ്പിലെത്തി ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടുതൽ വെള്ളമില്ലാന്ന് സംശയമാണ്. മുമ്പൊക്കെ ഇത് വഴി വന്ന സമയത്ത് നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പോയി നോക്കാം. ഇതാണ് ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമുണ്ട്. പക്ഷേ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ വെള്ളച്ചാട്ടം പേരിന് മാത്രം. തൽക്കാലം ചെറിയ വെള്ളച്ചാട്ടം കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കണ്ടോ, ഇതാണ് വെള്ളച്ചാട്ടം. ഒരു ചെറിയ 2 മഴ പെയ്താൽ മതി. പക്ഷെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കില്ല. വളരെ മനോഹരവും അതിഗംഭീരവുമായ സ്ഥലമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇതിപ്പോൾ വേനൽ, അതികഠിനമായ വേനലിൽ വെള്ളം എല്ലാ സ്ഥലത്തും വറ്റി തുടങ്ങിയ ഒരവസ്ഥയിലാണ്. ഈ വെള്ളമാണ് അഡ്വഞ്ചർ ഫീൽ, അത് നഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്, നേരെ നിൽക്കുന്നുണ്ട്. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതിന് താഴെ ഭാഗത്തൊരു വാട്ടർഫാൾസ് ഉണ്ട്, 1ാം വാട്ടർഫാൾസ്. അവിടെ കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട്, കുളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. നമ്മളിത് താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ഇറങ്ങലും വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ.